കഴിയുകയാണ്. You can do it. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. The Bible says that all religions are going to come together. വേദപുസ്തകം പറയുന്നത് എല്ലാ മതങ്ങളും ചേർന്ന് ഒന്നാകുവാൻ പോകുന്നു എന്ന് തന്നെയാണ്. How? എങ്ങനെ? By throwing the truth into the garbage can. ആ സത്യത്തെ എടുത്ത് ഒരു വേസ്റ്റ് കൊട്ടയിലേക്ക് എറിഞ്ഞു കളഞ്ഞുകൊണ്ട്. By doing that, everything can come together. അത് ചെയ്തുകൊണ്ട് എല്ലാവർക്കും എല്ലാറ്റിനും ഒന്നായി തീരുവാൻ കഴിയും. But if you hold on to the truth and if you want to know what the truth is, എന്നാൽ നിങ്ങൾ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യം എന്താണെന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ you can't compromise. നിങ്ങൾക്കൊരിക്കലും ഒരു ഒത്തുതീർപ്പിലെത്തുവാൻ കഴിയുകയില്ല. You cannot say everything is the same. എല്ലാം ഒരുപോലെയാണെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുകയില്ല. I want to tell you what the Bible says. വേദപുസ്തകം എന്ത് പറയുന്നു എന്ന് നിങ്ങളോട് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Not what I am saying, I'm telling you what the Bible says. ഞാൻ പറയുന്നതല്ല, വേദപുസ്തകം പറയുന്ന കാര്യം. Jesus said, I am the way, the truth and the life. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. No other way. മറ്റു വഴിയില്ല. He didn't say I'm one of the ways. ഞാൻ പല വഴികളിൽ ഒന്നാണെന്ന് യേശു പറഞ്ഞില്ല. I am the way. യേശു പറഞ്ഞു, ഞാനാകുന്നു. The Bible says there is no other name other than the name of Jesus whereby we might be saved. വേദപുസ്തകം പറയുന്നത് നാം രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നാമം അല്ലാതെ മറ്റൊരു നാമമില്ല. In other words, outside of Jesus there is no salvation. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിന് പുറമെ മറ്റു യാതൊരു വിധത്തിലും രക്ഷയില്ല. That's what the Bible says. അതാണ് വേദപുസ്തകം പറയുന്നത്. Now you might say you don't like it. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്ന്. You might say I don't agree with it. ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. Well, whatever you feel or whatever you say, the Bible says this. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്. So before you reject these words of Jesus, യേശുവിന്റെ ഈ വാക്കുകൾ നിങ്ങൾ തള്ളിക്കളയുന്നതിന് മുമ്പായി make one effort to find out if this is true. ഇത് സത്യമാണോ എന്നറിയേണ്ടതിന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. Because if it is true, your rejection might cost you your entire life. ഇത് വാസ്തവമാണ്, ഇത് സത്യമാണ് എങ്കിൽ നിങ്ങൾ തള്ളിക്കളയുന്ന ആ അനുഭവം നിങ്ങളുടെ മുഴു ജീവന്റെയും വില നിങ്ങൾ അതിനെ കൊടുക്കേണ്ടി വന്നേക്കാം. Find out, is Jesus the true owner of your soul? യേശു നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ ഉടയവനാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. To come back to the key verse, നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ we read that God is able to preserve our souls, our spirit, soul and body blameless unto the coming of our Lord Jesus Christ. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി കാക്കുവാൻ കഴിയുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. Look at that word blamelessness. അവിടെ അനിന്യമായി അല്ലെങ്കിൽ കുറ്റം പറയുവാൻ കഴിയാത്ത വിധം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. That word means that there is a possibility that at the end of our life we can be blamed. ആ വാക്ക് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഒരുപക്ഷെ നമ്മെ കുറ്റം പറയുന്നതായ ഒരു സാഹചര്യം വന്നേക്കാം. Now there are two people who can blame us. രണ്ടു പേർക്ക് നമ്മെ കുറ്റം പറയുവാൻ കഴിയും. One is the devil, he's already blaming us. ഒന്ന് പിശാചാണ്, അവൻ ഇപ്പോൾ തന്നെ നമ്മെ കുറ്റം പറയുന്നു. The Bible calls him an accuser who accuses the brethren day and night. വേദപുസ്തകം പറയുന്നത് സഹോദരന്മാരെ രാവും പകലും കുറ്റം ചാർത്തുന്ന അപവാദി എന്നാണ് അവനെ വിളിക്കുന്നത്. But then there's another person who can blame us. എന്നാൽ നമ്മെ കുറ്റം പറയുവാൻ കഴിയുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. That is God himself. അത് ദൈവം തന്നെയാണ്. Now if the devil blames us, God can protect us. If God blames us, who's going to protect us? പിശാച് നമ്മുടെ കുറ്റം പറഞ്ഞാൽ ദൈവത്തിന് നമ്മെ സൂക്ഷിക്കുവാൻ കഴിയും. എന്നാൽ ദൈവം നമ്മുടെ കുറ്റം പറയുന്നുവെങ്കിൽ ആർക്ക് നമ്മെ സൂക്ഷിക്കുവാൻ കഴിയും? At the end of our life, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം, when we carry this treasure of the inner man towards God, ഈ നിത്യമായ ആന്തരിക മനുഷ്യനാകുന്ന ആ നിക്ഷേപത്തെ, ആ നിധിയെ ദൈവത്തിന്റെ മുമ്പാകെ നാം കൊണ്ടു ചെല്ലുമ്പോൾ, remember our soul should be in a blameless state. നമ്മുടെ ആത്മാവ് അനിന്യമായ വിധത്തിലായിരിക്കണമെന്ന് നാം ഓർക്കുക. When God looks at it from different angles, ദൈവം പല വിധത്തിൽ അതിനെ നോക്കുമ്പോൾ, there should be no blame in it. അതിൽ യാതൊരു കുറ്റവും കാണുവാൻ പാടില്ല. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? Every human being at the end of his life is accountable to his God. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. And if you can't give account to God, നിങ്ങൾക്ക് ദൈവത്തിന് കണക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, there is a judgment or a punishment awaiting that person. ആ വ്യക്തിക്ക് ഒരു ന്യായവിധി, ഒരു ശിക്ഷാവിധി കാത്തിരിക്കുന്നു. So life is not a game. ജീവിതം എന്നുള്ളത് ഒരു കളിയല്ല. There is no time to play with life. ജീവിതം കൊണ്ട് കളിക്കുവാൻ സമയമില്ല. You are carrying precious treasure with you. നിങ്ങളൊരു വലിയ
നിധി, ഒരു നിക്ഷേപം നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നു. You have a responsibility of carrying it and delivering it in a blameless state to its owner. അതിന്റെ യജമാനന്റെ അടുക്കൽ അതിന് അനിന്യമാവണ്ണം കൊണ്ടുപോയി അതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. So don't close your eyes over it and look here and there. നിങ്ങളുടെ അതിന് നേരെ കണ്ണുകൾ അടച്ചു കളഞ്ഞിട്ട് മറ്റവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കരുത്. But there is a question. അപ്പോ അവിടെ ഒരു ചോദ്യം ഉയരുന്നു. We are human beings and we make mistakes. നാമൊക്കെ മനുഷ്യരാണ്, നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നു. They say to err is human. To err. സാധാരണ പറയുന്നത് തെറ്റുക അല്ലെങ്കിൽ തെറ്റുവരിക എന്നുള്ളത് സ്വാഭാവികമാണ്. Every day we all make mistakes. ഓരോ ദിവസവും നാം തെറ്റുകൾ ചെയ്യാറുണ്ട്. Sometimes we make big mistakes. ചിലപ്പോൾ നാം വലിയ തെറ്റുകൾ ചെയ്യുന്നു. We call that sin. അതിനെ നാം പാപമെന്ന് വിളിക്കുന്നു. So how do we become blameless? എപ്രകാരം നമുക്ക് അനിന്യരായി തീരുവാൻ കഴിയും? We are all guilty before God. നാം എല്ലാം ദൈവമുമ്പാകെ കുറ്റക്കാർ തന്നെയാണ്. And what can we do to reverse that guilt? ആ തെറ്റ് നീക്കിക്കളയേണ്ടതിന് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? If I commit a sin, ഞാനൊരു പാപം ചെയ്താൽ can I pay money to God and to God or to a priest and atone for that sin? ഞാൻ ദൈവത്തിന് പണം കൊടുത്തുകൊണ്ടല്ലേ ഏതെങ്കിലും ഒരു പുരോഹിതന് കുറെ പണം കൊടുത്തുകൊണ്ട് ആ പാപത്തിന് പരിഹാരം കാണുവാൻ കഴിയുമോ? The Bible says the wages of sin is death. വേദപുസ്തകം പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. That means if a man commits a sin, he has to pay a penalty for it, not 200 or 300 rupees. The penalty is death, whether it's a small sin or a big sin. വേദപുസ്തകം പറയുന്നത് ഒരു മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിനൊരു ക്രയം ചെലുത്തേണ്ടിയിരിക്കുന്നു. അത് 200-300 രൂപയല്ല. അതിന്റെ ശിക്ഷ അല്ലെങ്കിൽ അതിന്റെ ക്രയം എന്ന് പറയുന്നത് മരണമാണ്. So that means every human being has to give account to God, and on failure he has to pay the penalty of eternal death. അതായത് ഓരോ മനുഷ്യനും ദൈവത്തിന്റെ മുമ്പാകെ ചെന്ന് നിന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. അവന് കണക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ അതിന്റെ ശിക്ഷയാകുന്ന നിത്യമരണം സ്വീകരിക്കണം. Which means you and I have already committed some sin or the other from birth. അതിന്റെ അർത്ഥം ജനനത്തിൽ നിന്ന് നാം ഇന്ന് വരെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാപമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. We all have to pay the penalty of death. അതിന്റെ അർത്ഥം നാം എല്ലാം പാപത്തിന്റെ ശമ്പളമാകുന്ന ആ മരണം, ആ ശിക്ഷ നാം സ്വീകരിക്കണം. And that eternal death the Bible calls hellfire. ആ നിത്യമരണത്തെ വേദപുസ്തകം വിളിക്കുന്നത് നരകത്തിന്റെ തീ എന്നാണ്. So how can we come out? എപ്രകാരം നമുക്ക് പുറത്തു വരുവാൻ കഴിയും? How can we become blameless? എങ്ങനെ നമുക്ക് അനിന്യരായി തീരുവാൻ കഴിയും? There is only one way. ഒരേ ഒരു വഴിയേ ഉള്ളൂ. Now there is a story like this. ഇപ്രകാരം ഒരു കഥയുണ്ട്. Many years ago, a young boy oversped on a motorbike. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ അവന്റെ മോട്ടോർ ബൈക്കിൽ ഓവർ സ്പീഡിൽ പോയി. And then he was stopped by the policeman. He was charged $200 as fine. തന്നെ പോലീസുകാർ തടഞ്ഞു നിർത്തി $200 ഫൈൻ അടയ്ക്കുവാൻ പറഞ്ഞു. And he said, no, I'm going to defy this in court. താൻ പറഞ്ഞു, ഞാൻ അടയ്ക്കുകയില്ല, ഞാനിത് കോടതിയിൽ പോയി വാദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. So the case went on. അങ്ങനെ ആ കേസ് തുടർന്നു പോയി. The judge was hearing the boy's case. ആൺകുട്ടിയുടെ കേസ് കേട്ടുകൊണ്ടിരുന്ന ന്യായാധിപൻ At the end of the argument, the judge said the boy has oversped and he has to pay the fine of $200. ആ വാദത്തിന്റെ അവസാനം ന്യായാധിപൻ ഇപ്രകാരം പറഞ്ഞു, ഈ ആൺകുട്ടി അവൻ ഓവർ സ്പീഡിൽ പോയി, അതുകൊണ്ട് അതിന്റെ ഫൈൻ ആകുന്ന $200 അവൻ കൊടുത്തേ തീരൂ. The boy hung his head down in shame. ആ ആൺകുട്ടി അവൻ നാണക്കേട് കൊണ്ട് തല കുനിച്ചു. But then something amazing happened. എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യം The സംഭവിച്ചു. judge got up from his seat. ആ ന്യായാധിപൻ അവന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. Removed his black coat. തന്റെ കറുത്ത ആ കോട്ട് താൻ മാറ്റി. Put it on the chair behind him. തന്റെ പുറകിലുള്ള കസേരയിൽ അത് തൂക്കിയിട്ടു. Walked down towards the boy who was accused. ആ കുറ്റക്കാരനായ ആ ആൺകുട്ടിയുടെ അടുക്കിലേക്ക് ഈ ന്യായാധിപൻ ഇറങ്ങി വന്നു. The judge took out a purse from his pocket. ആ ന്യായാധിപൻ അവന്റെ പോക്കറ്റിൽ നിന്ന് തന്റെ പേഴ്സ് എടുത്തു. Took out $200 and gave it to the boy. $200 എടുത്ത് ആ ആൺകുട്ടിക്ക് നൽകി. Everyone was shocked. എല്ലാവരും അത്ഭുതപ്പെട്ടു. What's this judge doing? എന്താണ് ഈ ന്യായാധിപൻ ചെയ്യുന്നത്? Then the judge said, അപ്പോൾ ആ ന്യായാധിപൻ പറയുകയാണ്, that boy is my son. ആ ആൺകുട്ടി എന്റെ മകനാണ്. As judge, I cannot be partial. He has to pay the penalty. ഒരു ന്യായാധിപൻ എന്ന വിധത്തിൽ എനിക്ക് പക്ഷപാതം കാണിക്കുവാൻ കഴിയുകയില്ല. അവൻ അതിന്റെ പെനാൽറ്റി കൊടുത്തേ തീരൂ. But as father, I have to pay the penalty. എന്നാൽ ഒരു പിതാവെന്ന നിലയിൽ
ഞാനത് അവന് വേണ്ടി അടയ്ക്കണം. Brother, sister, സഹോദര സഹോദരി, we all face judgment. നാം എല്ലാം ആ ന്യായവിധിയെ കാത്തിരിക്കുന്നു. But is there a father for us who can pay that penalty? എന്നാൽ നമുക്ക് വേണ്ടി ആ പെനാൽറ്റി കൊടുക്കുവാൻ കഴിയുന്ന ഒരു പിതാവുണ്ട്. ഉണ്ടോ? There is a father. അങ്ങനെയുള്ളൊരു പിതാവ് നമുക്കുണ്ട്. His name is Jesus. അവന്റെ പേര് യേശു എന്നാണ്. That's why Jesus came down into this world. അതുകൊണ്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. That's why Jesus allowed himself to be crucified. അതുകൊണ്ടാണ് യേശു അവനെ തന്നെ ക്രൂശിക്കുവാൻ അനുവദിച്ചത്. That's why Jesus died to take that penalty upon himself. അതുകൊണ്ടാണ് യേശു ആ ശിക്ഷ അവന്റെ മേൽ തന്നെ ഏറ്റുകൊണ്ടത്. He paid the fine. He paid the penalty so that you and I might escape death. ഞാനും നിങ്ങളും ആ ശിക്ഷാവിധി ഒഴിഞ്ഞു പോകേണ്ടതിന് യേശു അതിന്റെ ക്രയം ചെലുത്തി. So if you come to Jesus, നിങ്ങൾ യേശുവിലേക്ക് വരുന്നുവെങ്കിൽ, he is your father. അവനാണ് നിങ്ങളുടെ പിതാവ്. There's no other God in this universe who has laid down their life for mankind. മനുഷ്യകുലത്തിന് വേണ്ടി തന്റെ ജീവനെ വെച്ചുകൊടുത്ത മറ്റൊരു ദൈവവും ഈ ഭൂമിയിലില്ല. Jesus did not stay up there in heaven and give some instructions to us. യേശു സ്വർഗ്ഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചില നിർദ്ദേശങ്ങൾ തരികയല്ല ചെയ്തത്. It's because he was our true father, our true owner. He understood our value. He came down to redeem us. അവൻ നമ്മുടെ യഥാർത്ഥ പിതാവാകുന്നത് കൊണ്ട്, യഥാർത്ഥ ഉടമസ്ഥനാകുന്നത് കൊണ്ട് നമ്മുടെ വിലയെ അവൻ മനസ്സിലാക്കി നമ്മെ വീണ്ടെടുക്കേണ്ടതിന് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. Now do you know why Jesus said, I am the way? ഞാൻ വഴിയാകുന്നു എന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? Now do you realize why the Bible says there is no salvation outside of Jesus? എന്തുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് പറയുന്നതിന്റെ കാരണം മനസ്സിലായോ? Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, you may have come here for the first time. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം. But remember, the whole meeting, this meeting here in Mallapalli may have been arranged just for you. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മല്ലപ്പള്ളിയിലുള്ള ഈ കൂട്ടം നിയമിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു കൂട്ടം നടത്തുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. This evening, if your soul can discover its owner, ഈ സന്ധ്യാസമയം നിന്റെ ആത്മാവിന് അതിന്റെ യജമാനനെ തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ, this evening, if you can see that your maker and owner is Jesus, ഈ സന്ധ്യാസമയം നിങ്ങളെ നിർമ്മിച്ചവനും നിങ്ങളുടെ ഉടമസ്ഥനും യേശുവാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ, all the planning and prayer and expenditure of this whole convention will be a great blessing because you have come to Jesus. ഈ കൺവെൻഷന് വേണ്ടിയുള്ള അതിന്റെ ആ പണം ചെലവഴിച്ചതും പ്രാർത്ഥനയും മറ്റ് കാര്യങ്ങളുമെല്ലാം അതൊരു വലിയ ജയം അനുഗ്രഹമായിരിക്കും. കാരണം നിങ്ങൾ യേശുവിലേക്ക് വന്നുവല്ലോ. Because you, one person, you're more precious than the whole world to Jesus. എന്തുകൊണ്ടെന്നാൽ ഈ മുഴു ലോകത്തെക്കാളും നീ ഒരേ ഒരു വ്യക്തി യേശുവിന് വിലയേറിയതാണ്. Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.